പ്രതിഭാസമാണ്. സ്വാഭാവികമായ പരിസ്ഥിതിക്ക് മാറ്റം വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ് കാലാവസ്ഥാ വ്യതിയാനം. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 18ാം നൂറ്റാണ്ടിൻ്റെ ഘട്ടത്തിൽ ഉണ്ടായ വ്യവസായ വിപ്ലവം, ആ വ്യവസായ വിപ്ലവത്തിന് മുമ്പും പിമ്പുമുള്ള കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ അതിഭീകരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനമാണ് ആ വ്യവസായ വിപ്ലവത്തിന് ശേഷം ഉണ്ടായത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്കടിയിലുള്ള ഫോസിൽ കത്തിച്ചുകൊണ്ട് ഇന്ധനത്തിനും ഊർജത്തിനും വേണ്ടിയുള്ള പരിശ്രമം എന്ന് തുടങ്ങിയോ അന്നു മുതൽ കാലാവസ്ഥാ വ്യതിയാനം, കാർബൺ ഡയോക്സൈഡ് ഈ അന്തരീക്ഷത്തിലാകെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിൻ്റെ ഫലമായിട്ട് ഭൂമിയാകെ തന്നെ ചൂടുപിടിക്കുകയും ധ്രുവപ്രദേശങ്ങളടക്കം ചൂടുപിടിച്ച് താഴേക്ക് പതിക്കുന്ന അല്ലെങ്കിൽ ജലം വ്യാപകമായി പ്രവഹിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഈ യുഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. 2050 കേരളത്തിൻ്റെ അടക്കം ലോകത്ത് ആകെ തന്നെ വലിയ മാറ്റങ്ങൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോവുകയാണ്. അതിൻ്റെ ഒരു തുടക്കമായിട്ട് മാത്രം നമ്മളിത് കണ്ടാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം സ്വാഭാവികമായും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ദുരന്തവും ആ തരത്തിൽ അശാസ്ത്രീയമായ ഇടപെടലുകളിലൂടെ, അനധികൃതമായ ഇടപെടലുകളിലൂടെ മനുഷ്യൻ നടത്തിയിട്ടുള്ള ഇടപെടലിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിതർക്കിതമായ ഒരു സംഭവമാണ്. അപ്പോൾ സ്വാഭാവികമായും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലുള്ളവരുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചതിൻ്റെ കൂടി ഒരു ഫലം ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ഈ പ്രകൃതിയിലും അന്തരീക്ഷത്തിലുമാകെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മരിച്ചു വീണ നിരാലംബരായ നിസ്സഹായരായിട്ടുള്ള മനുഷ്യ സമൂഹം, നമ്മുടെയൊക്കെ സഹോദരങ്ങൾ, അവരുടെ മുന്നിൽ ഒരുപിടി മെഴുകുന്നപ്പുറത്ത് വേണം, മെഴുകുന്ന കാണാൻ. നമ്മളിന്നിവിടെ നമ്മുടെ ഈ ദീപപ്രോജ്വലനമായിട്ട് ഈ കൂട്ടായ്മയായി നമ്മൾ ഇവിടെ നടത്തിയത്. ഇതിൽ ഒട്ടനവധിയായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പങ്കെടുത്തു. നമുക്ക് മൺമറഞ്ഞു പോയ ഉദ്ദേശം 300ഓളം വരുന്ന, ഇനിയും നമുക്ക് 300-ലധികം പേരെ കാണാനുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികർ ഇപ്പം മുമ്പേ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ അവരുടെ ആത്മാവിന് നമുക്ക് നിത്യശാന്തി നേരം പ്രാർത്ഥിക്കാം. ഇത്തരത്തിലുള്ള ഒരു ആപത്ത് ഇനിയും വരാതിരിക്കുവാനായി ശ്രദ്ധിക്കാം. പലപ്പോഴും നമ്മൾ ആപത്തുകൾ ഉണ്ടാകുമ്പോൾ വീണ്ടും അതിനെ പ്രതിരോധിക്കുവാനുള്ള തയ്യാറെടുപ്പോ മുൻകരുതലുകളോ നമുക്ക് ഉണ്ടാകുന്നില്ല. ഒന്നും തന്നെ നമുക്ക് പാഠമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. 2018 പ്രളയത്തെ അതിജീവിച്ചു നമ്മൾ. കേവലം ഒരു 6-5 വർഷം കഴിയുമ്പോഴേക്കും വീണ്ടും കേരളത്തിലെ, ഒരുപക്ഷെ ഇന്ത്യയിലെന്നല്ല ലോകം തന്നെ കണ്ട ഒരു വലിയ ഉരുൾപൊട്ടലിന് നമ്മുടെ കൊച്ചു കേരളം സാക്ഷ്യം വഹിക്കുകയും ഒരു ഗ്രാമം തന്നെ ഇല്ലാതാവുകയും ചെയ്ത ഏറ്റവും ദുഃഖകരമായ സാഹചര്യത്തിൽ ഇതിനായിട്ട് ഈ അനുതാപം പ്രകടിപ്പിക്കുവാനായിട്ട് എത്തിച്ചേർന്ന മുഴുവൻ ഈ ജനകീയ കൂട്ടായ്മ വിജയിപ്പിക്കുവാൻ എല്ലാ തരത്തിലുമുള്ള വിഭാഗീയതകളോ കാലുഷ്യങ്ങളോ ഒഴിവാക്കി മനുഷ്യർ എന്നുള്ള നിലയിൽ ഒത്തുകൂടിയ മുഴുവൻ തരത്തിലുള്ള നമ്മുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ രവി മാമ്പരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഔദ്യോഗികമായി ആരാധനായ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ പറഞ്ഞതുപോലെ തന്നെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് വയനാട്ടിൽ സംഭവിച്ചത്. അവിടെ നമ്മുടെ സഹജീവികൾ, നമ്മുടെ സഹോദരങ്ങൾ, നിരവധി പേര് ഇപ്പോഴും പലരുടെയും ശരീരം
പേരെടുത്ത് പറയുന്നില്ല. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും വളരെ ആദരവോടുകൂടി ആദരവ് എത്തിക്കുന്നതോടൊപ്പം എല്ലാവർക്കും സ്വാതന്ത്ര്യം പബ്ലിക്കാർട്ടിൻ്റെയും അത് പങ്കെടുത്ത എല്ലാ സംഘടനകളുടെയും കൂടിയാണ് നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ഈ ദുരന്ത ഭൂമിയിലേക്ക് ഒട്ടനവധിയായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളത് കാണുന്നുണ്ട് പത്രങ്ങളിലൂടെയും മറ്റ് നവമാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ. ഇപ്പം തന്നെ നമ്മുടെ KSRTCയിലെ EPO നമ്മളോട് അറിയിച്ചതുപോലെ നാളെയും മറ്റന്നാളും 2 വാഹനങ്ങൾ മാവേലിക്കര ഡിപ്പോയിൽ നിന്നും കൽപ്പറ്റയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് കഴിയാവുന്ന, നമുക്കറിയാം അവിടെ ആവശ്യത്തിന് ആഹാര സാധനങ്ങൾ എത്തുന്നുണ്ട്, മറ്റ് അത്യാവശ്യം വേണ്ട ജീവനോപാധികളെല്ലാം അവിടെ ലഭ്യമാകുന്നുണ്ട്. എങ്കിൽ കൂടിയും നമ്മുടെയൊക്കെ ഇപ്പൊ ഇവിടെ ഒട്ടനവധിയായ സംഘടനകൾ പങ്കെടുത്തു. ആ സംഘടനകൾക്ക് കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ കൂടി എത്തിക്കുന്നതിന് അതിന്റെ മുഖ്യ ഭാരവാഹികളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുക. അവിടെ നമുക്ക് ആവശ്യത്തിന് സാധനങ്ങൾ ചെന്ന് മറിയുന്നുണ്ട്, അതൊന്നും തർക്കമില്ല.